നമസ്കാരം. പോലീസ് പെട്രോളാണ്. മക്കൾ ഉപജീവനാർത്ഥം മറ്റിടങ്ങളിലേക്ക് കുടിയേറിയാലും സ്വന്തം വീട്ടിൽ തന്നെ തുടരുന്ന നിരവധി വയോജനങ്ങളുണ്ട്. നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ അത്തരക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. എന്നാൽ വീടുകളിൽ തനിച്ച് താമസിക്കുന്ന ഈ വയോധികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു സംവിധാനങ്ങളും നിലവിലില്ല. നിരാലംബരായ ഇത്തരക്കാർക്ക് പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ഒരു തരി പൊന്നിനോ പണത്തിനോ വേണ്ടി ജീവൻ എടുക്കാൻ പോലും മടിക്കാത്തവരുള്ള കെട്ടകാലമാണ് ഇത് എന്ന് ജാഗ്രതയോടെ ഓർക്കണം. ആലപ്പുഴ മുതുകുളത്ത് സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വേണ്ടി കൊന്നത് അയൽവാസിയായ അകന്ന ബന്ധുവാണ്. തലക്കടിച്ചു വീഴ്ത്തിയ ശേഷം കൈകാലുകൾ ബന്ധിച്ച് കഴുത്തിൽ കല്ലുകെട്ടി ജീവനോടെയാണ് വയോധികയെ കായലിൽ താഴ്ത്തിയത്. പോലീസ് സംശയിക്കില്ലെന്ന ഉറപ്പിൽ യാതൊരു കൂസലുമില്ലാതെ നടന്ന പ്രതിയെ സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ് വലയിലാക്കിയത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കിടക്കുന്നത്. സ്വാഗതം. ആലപ്പുഴ കായംകുളത്ത് വയോധികയെ ജീവനോടെ കായലിൽ താഴ്ത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. പ്രദേശവാസിയായ പ്രകാശനാണ് പിടിയിലായത്. റിപ്പയറിംഗ് ജോലിക്കായി തങ്കമ്മയുടെ വീട്ടിലെത്തിയ പ്രകാശൻ സ്വർണം കവർന്ന ശേഷം തലക്കടിച്ചു വീഴ്ത്തി കൈകാലുകൾ കെട്ടി കായലിൽ തള്ളുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കനകക്കുന്ന് സി അമലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രകാശന്റെ ഭാര്യയുടെ അകന്ന ബന്ധുവാണ് കൊല്ലപ്പെട്ട തങ്കമ്മ. ഭർത്താവ് നേരത്തെ മരിച്ച ഇവരുടെ മകനും മകളും കുടുംബത്തോടൊപ്പം മാറി താമസിക്കുകയായിരുന്നു. ശരീരത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ലായിരുന്നതിനാൽ ആസൂത്രിത കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചത്. മുതുകുളം കനകക്കുന്ന് സാധുപുരത്ത് തെക്കേതിൽ 80 വയസ്സുള്ള തങ്കമ്മയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കായലിൽ കണ്ടെത്തിയത്. വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന തങ്കമ്മയെ 2 ദിവസമായി കാണാനില്ലെന്ന് നാട്ടുകാർ മകളെ അറിയിക്കുകയായിരുന്നു. പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടയിൽ ചൊവ്വാഴ്ച മത്സ്യത്തൊഴിലാളികളാണ് വിവസ്ത്രയായ നിലയിൽ വയോധികയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയത്. മൃതദേഹം താഴ്ന്നു കിടക്കാൻ കഴുത്തിൽ കല്ല് കെട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. തങ്കമ്മയെ ജീവനോടെയാണ് കായൽ കെട്ടിത്താഴ്ത്തിയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നെങ്കിലും കായലിലെ വെള്ളം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ മേൽനോട്ടത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു കേസ് അന്വേഷണം. തുടർന്നാണ് പ്രദേശവാസിയായ പ്രകാശൻ പിടിയിലായത്. പ്രകാശൻ ഗ്യാസ് റിപ്പയർ ചെയ്യാൻ തങ്കമ്മയുടെ വീട്ടിൽ എത്തിയിരുന്നു. സ്വർണവും പണവും കവരാനായിരുന്നു ആസൂത്രിത കൊലപാതകം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. വിവാഹം കഴിഞ്ഞ് 4 വർഷമാകുമ്പോഴും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ നിരന്തരമായി മാനസിക പീഡനം. ഒടുവിൽ 4ാം വിവാഹ വാർഷികത്തിന് 2 ദിവസം മാത്രം ബാക്കിയിരിക്കെ ആ യുവതിയെ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ബെള്ളൂർ പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീന മരിച്ചത് ഭർത്തൃവീട്ടിലെ നിരന്തര പീഡനത്തെ തുടർന്നാണെന്നാണ് ബന്ധുക്കളുടെ പരാതി. മരണത്തിൽ സംശയമുണ്ടെന്നും കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ബെള്ളൂർ പഞ്ചായത്തിലെ പള്ളപ്പാടിയിലാണ് നാടിനെ നടുക്കിയ സംഭവം. 4ാം വിവാഹ വാർഷികത്തിന് 2 ദിവസം മുമ്പാണ് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരിച്ചത്. 2022 മെയ് 29-നാണ് സെറീനയും സൈനുദ്ദീനും തമ്മിൽ മതാചാരപ്രകാരം വിവാഹിതരായത്. എന്നാൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. ഇതിന്റെ പേരിൽ കടുത്ത മാനസിക പീഡനമാണ് സഹോദരിക്ക് നേരിടേണ്ടി വന്നതെന്ന് സഹോദരൻ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. സഹോദരി കടുത്ത മാനസിക പീഡനം അനുഭവിച്ചിരുന്നുവെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി. കുഞ്ഞായിട്ടില്ല, എനിക്ക് ഭയങ്കര വയസ്സായി.
വയസ്സായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞില്ല, കുഞ്ഞാവത്തത്. അപ്പോൾ കുഞ്ഞാവത്തത് എൻ്റെ പ്രശ്നമല്ല, ഇത് അയാളെ ഭർത്താവിൻ്റെ പ്രശ്നം ആൾക്കറിയാലല്ലേ. അപ്പോൾ ഇതിനെ റിപ്പോർട്ടിൽ ഇതാക്കിയിട്ട് ഡോക്ടർ ഇതാക്കിയിട്ട് പിന്നെ സർജറി ആക്കിയിട്ട് പിന്നെ ഓൻ്റെ തന്നെ പ്രോബ്ലം പുതിയ പീഡിപ്പിക്കുന്ന ഉമ്മ, ഓൻ്റെ ഉമ്മ, അവളെ അമ്മയമ്മ, ഭർത്താവിൻ്റെ ഉമ്മ. ഭർത്താവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കലമ്പുണ്ടായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരമാണ് സെറീനയെ വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ താഴെയിറക്കി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഭർത്തൃ വീട്ടുകാർ ഫോൺ ചെയ്താണ് സെറീന മരിച്ചെന്ന വിവരം അറിയിച്ചതെന്ന് കുടുംബം പറയുന്നു. മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ യുവതി പലപ്പോഴും പുത്തൂർ സരങ്കളിയിലെ സഹോദരന്റെ വീട്ടിലെത്തി താമസിച്ചിരുന്നു. ഭർത്താവിന്റെ ബന്ധുക്കൾ നടത്തിയ മധ്യസ്ഥ ചർച്ചയെ തുടർന്നാണ് വീണ്ടും ഭർത്തൃ വീട്ടിലേക്ക് പോയത്. അതിനുശേഷവും പലതവണ പീഡനം നേരിടേണ്ടി വന്നു. അന്നൊക്കെ താൻ പള്ളപ്പാടിയിലെ വീട്ടിലെത്തി സെറീനയെ ആശ്വസിപ്പിച്ചിരുന്നതായി സഹോദരൻ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുമെന്ന് കരുതിയില്ല. മരണത്തിൽ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ ആദൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. പരേതനായ ബടുവൻ കുഞ്ഞി നഫീസ ദമ്പതികളുടെ മകളാണ് സെറീന. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്കയുയർത്തുകയാണ്. ഒരാഴ്ചക്കിടെ 2 യുവതികളാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പാണൂരിൽ യുവതി സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയിരുന്നു. കേസിൽ ഭർത്താവിനെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തുവെങ്കിലും ഭർത്തൃമാതാവിനെ പിടികൂടിയിട്ടില്ല. ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാസർഗോഡ് ജില്ലയിൽ 2 ജീവനുകളാണ് ഇല്ലാതായത്. ആദൂർ പള്ളപ്പാടിയിലെ സൈനൂദിന്റെ ഭാര്യ സെറീനയ്ക്ക് കുട്ടികളില്ലാത്തതിന്റെ പേരിലാണ് പീഡനം ഏൽക്കേണ്ടി വന്നതെങ്കിൽ പാണലത്തെ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുബൈദയെ സ്ത്രീധനത്തിന്റെ പേരിലാണ് നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാണലത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഭർത്തൃ വീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുബൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. കേസിൽ സുബൈദയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കേസിലെ പ്രധാന പ്രതിയായ ആദിലിന്റെ മാതാവ് ആയിഷയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചർലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുബൈദ ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവായ സുബൈദ 1ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് കടുംകൈ ചെയ്തത്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് പരാതി. 10 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് സുബൈദയുടെയും ആദിലിന്റെയും വിവാഹം നടന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ജില്ലയിൽ ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ 18 പേർ പിടിയിലായി. സംഭവത്തിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിക്രമത്തെക്കുറിച്ച് സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ടും തേടി. മൊത്തം 18 പേരെ കേസിൽ പിടികൂടിയിട്ടുണ്ട്. അതേസമയം CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.
ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 2 FIRകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300ഓളം പേരാണ് പ്രതികൾ. ആദ്യ ദിവസം തന്നെ 5 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് രണ്ടാം ദിവസവും അറസ്റ്റുകൾ തുടർന്നു. DYFI നേതാവ് IP ബിനോ വൈകിട്ടോടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. കൂടുതൽ പ്രതികൾക്കായി വ്യാപകമായ തെരച്ചിലാണ് പോലീസ് നടത്തുന്നത്. വഞ്ചിയൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതികളെ AR ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കിയപ്പോഴും കോടതിയിലേക്ക് കയറ്റിയപ്പോഴും CPM പ്രവർത്തകർ അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചു. സംഭവത്തിൽ പോലീസ് വീഴ്ചയുണ്ടായെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചു വരുത്തി. പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ED സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല. സംഭവം എല്ലാ തരത്തിലും അന്വേഷിക്കുമെന്ന് DGP. ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്രഫലമായിട്ട് ഞങ്ങൾ അവിടെ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ ആക്രമണം നടക്കുന്നത്. പോലും സ്വാഭാവികമല്ലേ പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് ഇറങ്ങുമ്പോൾ പോലീസ് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ ആക്രമിക്കുമ്പോൾ പോലീസ് 2 സൈഡിലേക്ക് മാറി തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നു. ബുധനാഴ്ചയാണ് പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിലും CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തിയത്. ഇതിൽ പിണറായി വിജയനും മകൾ വീണ വിജയനും ഉണ്ടായിരുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ വനിത ഉൾപ്പെടെയുള്ള ED ഉദ്യോഗസ്ഥരെയാണ് CPM പ്രവർത്തകർ ആക്രമിച്ചത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലിത്തകർത്തു. ED സംഘത്തിനൊപ്പമുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥ, ബാങ്ക് ഓഫീസർ, കാർ ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാർ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകി മുഖം രക്ഷിക്കാൻ CPM ശ്രമിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം പുതിയ സംഭവ വികാസങ്ങളോടെ മാസപ്പടി കേസിൽ കരിമണൽ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിലേക്കും ED അന്വേഷണം നീണ്ടേക്കും. VD സതീശൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഡയറിയിൽ ഉണ്ടായിരുന്നു. CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിലും ED നടപടികൾ വേഗത്തിലാക്കും. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകാനാണ് തീരുമാനം. വീണയുടെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടിയുടെ 242 ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചു. വീണയും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും 2016 മുതൽ 2021 വരെ CMRൽ നിന്ന് കൈപ്പറ്റിയത് 2.78 കോടി രൂപയെന്നാണ് SFIയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇതിൽ 2.07 കോടി വീണയ്ക്ക് നേരിട്ടും 71 ലക്ഷം എക്സാലോജിക് കമ്പനിക്കുമാണ് CMRൽ നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തി വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. ലഹരിയുടെ ഉപയോഗം മനുഷ്യരല്ലാതാക്കുന്ന വാർത്തകൾ ദിനംപ്രതി വരുന്നുണ്ട്. എന്നാൽ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള കുറ്റകൃത്യങ്ങൾക്കോ യാതൊരു കുറവുമുണ്ടാകുന്നില്ല. മദ്യലഹരിയിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. കൊല്ലം അഞ്ചലിൽ 13 വയസ്സുകാരനെ മദ്യം നൽകി ക്രൂരമായി പീഡിപ്പിച്ചു. കേസിലെ പ്രതി അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന് സമീപം ബോധരഹിതനായി കിടന്ന 13 വയസ്സുകാരനെ വീട്ടുകാർ ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തറിഞ്ഞത്. കുട്ടി മൃഗീയമായ രീതിയിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിരുന്നതായി വ്യക്തമായി. കുട്ടിയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. കുട്ടി പീഡനവിവരം ആശുപത്രി അധികൃതരോട് പറയുകയും അവർ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠൻ പോലീസിന്റെ പിടിയിലായത്. 13 വയസ്സുകാരനെ മദ്യം നൽകി പീഡിപ്പിച്ചതാണെന്ന് പോലീസ് വ്യക്തമാക്കി. മണികണ്ഠൻ നിരവധി തവണ കുട്ടിക്ക് മദ്യം നൽകി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരം.
മദ്യലഹരിയിലാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. നമ്മുടെ നഗരങ്ങളിൽ താമസ സ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല എന്നുള്ളത് ആശങ്കാജനകമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസ സ്ഥലത്ത് കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അധിക നാളുകളായിട്ടുണ്ട്. സമാനമായിട്ടുള്ള സംഭവമാണ് അടുത്തിടെ കൊച്ചിയിലും നടന്നത്. പാലാരിവട്ടത്തെ ലേഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ആ പ്രതി അറസ്റ്റിലായി. ആലപ്പുഴ കാട്ടൂർ കോയിൽപ്പറമ്പിൽ വീട്ടിൽ റോബിൻ ദാസാണ് പിടിയിലായത്. മെയ് 12 പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഹോസ്റ്റലിലെ മുറിയിൽ അതിക്രമിച്ചു കിടന്ന പ്രതി ഉറങ്ങിക്കിടന്ന യുവതിയെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ പ്രതി സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. ഇവരുടെ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും അറസ്റ്റ് ചെയ്തതും. സംഭവ ദിവസത്തെ ലേഡീസ് ഹോസ്റ്റലിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉൾപ്പെടെ 200ഓളം CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു അന്വേഷണം. ആലപ്പുഴ കാട്ടൂർ സ്വദേശി 39 വയസ്സുള്ള റോബിൻ ദാസ് ആണ് പിടിയിലായത്. ഇയാൾ ആലുവ കുരുവേലിപ്പടിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ശൗചാലയത്തിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ആ ജനാലയിലൂടെ പുറത്തിറങ്ങിയ യുവതി കുട്ടിയെ വേണ്ട എന്ന് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയെ അധികൃതർ സന്ദർശിച്ചപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ആ 19-കാരിയുടെ മൊഴി. ഇതര സംസ്ഥാനക്കാരനായ കാമുകനുമായി ഇപ്പോൾ ബന്ധമില്ല എന്നും അയാൾക്ക് ഇതേപ്പറ്റി അറിയില്ല എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന യുവതി ഇതര സംസ്ഥാനക്കാരനുമായി അടുപ്പത്തിലായിരുന്നു. അടുത്ത കാലത്തായി അയാളുമായി ബന്ധമില്ല. താൻ ഗർഭിണിയായതും പ്രസവിച്ചതും അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ലെന്നാണ് CWC അംഗങ്ങളോട് യുവതി പറഞ്ഞത്. കുട്ടിയെ വേണ്ടെന്നും അവർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചു. 3 മാസമായി യുവതി വീട്ടിലുണ്ട്. വയറ്റിലെ അസുഖത്തിന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് വാങ്ങിയെന്നും അത് കഴിക്കാനാണ് വീട്ടിൽ നിൽക്കുന്നതെന്നുമാണ് ബന്ധുക്കളോട് 19-കാരി പറഞ്ഞിരുന്നത്. ജനാലയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടും കുഞ്ഞിന് പരിക്കുകളില്ല. 2.9 കിലോ ഭാരമുണ്ട്. കുഞ്ഞ് ആരോഗ്യവതിയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അമ്മയെ ആശുപത്രിയിൽ നിന്ന് വിടുന്നതോടെ കുട്ടിയെ ശിശുവിഹാറിലേക്ക് മാറ്റും. 60 ദിവസം പരിചരിക്കും. ഈ സമയം വരെ വേണമെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാം. അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവകാശമുണ്ടാകില്ല. കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതിന് അമ്മയ്ക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കുഞ്ഞിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ CWC തീരുമാനിച്ചു. ഈ വിഷയത്തിൽ ചൈൽഡ് ലൈൻ വഴി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കാസർഗോഡ് ഉദുമയിൽ പോലീസുകാരൻ ചമഞ്ഞ് ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങി. 2,60,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത്. നിരവധി പേരെ കബളിപ്പിച്ചിട്ടുള്ള മനു എന്ന തട്ടിപ്പ് വീരനെ തേടി ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസുകാരൻ ചമഞ്ഞ് 2,60,000 രൂപയുടെ തട്ടിപ്പാണ് ഉദുമയിലെ ജ്വല്ലറിയിൽ നടത്തിയത്. നേരത്തെയും കാസർഗോഡ് ജില്ലയിലെ പലയിടത്തുമായി നിരവധി പേരെ കബളിപ്പിച്ചു വന്ന മനു എന്ന തട്ടിപ്പ് വീരനാണ് പ്രതിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് ബേക്കൽ പോലീസ്. ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് ബേക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
27 ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണെന്നും അഖിൽ രാജാണ് പേരെന്നും പറഞ്ഞ് തട്ടിപ്പുകാരനെത്തിയത്. പിന്നീട് വൈകിട്ട് ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പുഷ്പലത ജ്വല്ലറിയിൽ നിന്നും പ്രതി 16.2 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി. ഇതിന്റെ തുക ബാങ്ക് അക്കൗണ്ട് വഴി നൽകാമെന്ന് വിശ്വസിപ്പിച്ച ശേഷം പണം നൽകാതെ മുങ്ങുകയായിരുന്നുവെന്നാണ് പരാതി. സ്വർണ്ണമോതിരം, മാല, അരഞ്ഞാണം എന്നിവ ഉൾപ്പെടെ മൊത്തം 2,60,500 രൂപ വില മതിക്കുന്ന ആഭരണങ്ങളാണ് നഷ്ടമായതെന്ന് ജ്വല്ലറി ഉടമ കളനാട് തൊട്ടി സ്വദേശിയായ ഗണേശൻ പറഞ്ഞു. എനിക്കൊരു ചെയിൻ വേണം. എൻ്റെ അളിയൻ IASന്റെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനൊരു സാധനം, ഒരു സംഭാവന ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രസൻറ്റേഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വേണം, ചെയിൻ. അതിന് 1.31, അത് 8 ഗ്രാമിൻ്റെ ഒരു സച്ചിൻ ചെയിനാണ്. ഇതെല്ലാം കൊടുത്തിട്ട് ഇതും മെസ്സേജ് ആദ്യം പൈസ ഇതിലിട്ടു. അപ്പോൾ എനിക്ക് ഈ മെസ്സേജിൻ്റെ ഇത് എനിക്ക് വലിയ അറിയുന്നില്ല. എൻ്റെ ബാങ്കിൻ്റെ രണ്ടാമത് ബാങ്കുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ പൈസയിലെത്തിയില്ല, ഇത് ഫ്രോഡാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ബേക്കൽ മനോജ് എസ്ഐനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു അഖിൽ രാജ് എന്നൊരു ക്രൈം പോലീസ് ഇവിടെ ഉണ്ടോ. അപ്പോൾ ഞാൻ അന്വേഷിക്കട്ടെ. ബേക്കൽ അങ്ങനെ ഇല്ല, കാഞ്ഞങ്ങാടൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ കാഞ്ഞങ്ങാടാകുമ്പോൾ ഇല്ല. അപ്പോൾ ഫ്രോഡ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തു. ഇപ്പോൾ അവനെ പിടിക്കേണ്ട ഇതാണ് ഇപ്പോൾ നോക്കുന്നത്. കൊല്ലം സ്വദേശിയാണെന്നും 7 മാസമായി ബേക്കൽ സ്റ്റേഷനിൽ ജോലി ചെയ്തു വരികയാണെന്നും ഉദുമ മുതിയക്കാലിലാണ് താമസമെന്നുമാണ് ഇയാൾ പറഞ്ഞത്. ജ്വല്ലറി ഉടമയായ ഗണേശന്റെ വീടിനടുത്തുള്ള പോലീസുകാരുടെ പേരടക്കം പറഞ്ഞതോടെയാണ് വിശ്വാസം വന്നത്. നെറ്റ് ബാങ്കിംഗ് വഴി 2 തവണ 2 രൂപയിൽ താഴെ പണം അയച്ച് ബാങ്കിന്റെ മെസ്സേജ് കിട്ടുന്നുണ്ടല്ലോ എന്ന് തിരക്കുകയും ചെയ്തു. മെസ്സേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞ ശേഷമാണ് വാങ്ങിയ സ്വർണത്തിന്റെ മുഴുവൻ തുകയും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. സെർവർ തിരക്ക് കാരണം 2 മണിക്കൂർ വരെ പണം ക്രെഡിറ്റ് ആകാൻ സമയമെടുക്കാറുണ്ടെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും പണം ക്രെഡിറ്റ് ആകാതിരുന്നതോടെയാണ് കബളിക്കപ്പെട്ടതായി വ്യക്തമായതെന്നും സ്വർണ്ണ വ്യാപാരി ഗണേശൻ പറഞ്ഞു. ജ്വല്ലറിയിലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് ഇതിനു മുമ്പ് കാസർഗോഡ് അടക്കം വഞ്ചനാ കേസുകൾ ഉൾപ്പെടെയുള്ള മനുവാണെന്ന് പോലീസ് വ്യക്തത വരുത്തിയത്. പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവരിൽ നിന്ന് കൈക്കൂലി വാങ്ങവേ വിജിലൻസിന്റെ പിടിയിലായ ചേർത്തല ഡിവൈഎസ്പി നേരത്തെയും ഇവരുമായി പണമിടപാടുകൾ നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തി. ലോറി ഉടമകളിൽ നിന്ന് 25,000 രൂപ നിരക്കിൽ 25 ലക്ഷം രൂപയോളമാണ് ഡിവൈഎസ്പി വാങ്ങിയിരുന്നത്. ഡിവൈഎസ്പി അനിൽകുമാറിനെതിരെ കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് സൂചന. കക്കൂസ് മാലിന്യം തള്ളുന്നതിനിടയിൽ പിടിയിലായ 4 ടാങ്കറുകൾ വിട്ടുകിട്ടാനായാണ് ചേർത്തല ഡിവൈഎസ്പി അനിൽകുമാർ 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചത്. ഇതിൽ ആദ്യ ഗഡുവായ 50,000 നൽകുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുന്നത്. മുഹമ്മദ് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. വിജിലൻസ് വീട്ടിലെത്തിയപ്പോൾ ഡിവൈഎസ്പി ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ ഓടിയാണ് അന്വേഷണ സംഘം ഇയാളെ പിടിച്ചുകൊണ്ടുവന്നത്. കണ്ടല്ലോ സാർ, ഇത് കണ്ടോ കളർ ചേഞ്ച് കണ്ടോ, കളർ ചേഞ്ച് കണ്ടോ. കക്കൂസ് മാലിന്യം തള്ളുന്ന 100-ലധികം വാഹനങ്ങളുണ്ട് ചേർത്തല കേന്ദ്രീകരിച്ച്. ഇവരിൽ നിന്ന് മാസപ്പടിയായി ഡിവൈഎസ്പി കൈപ്പറ്റുന്നത് വാഹനമൊന്നിന് 25,000 നിരക്കിലാണ്. അനിൽകുമാറിന്റെ പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവി തന്നെ ഡിവൈഎസ്പിയെ ഒരാഴ്ച മുമ്പ് താക്കീത് ചെയ്തിരുന്നു. ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് കിലോമീറ്ററുകൾ അകലെ തൈക്കലിലാണ് അനിൽകുമാർ താമസിച്ചിരുന്നത്. പണമിടപാടുകൾക്കുള്ള സൗകര്യാർത്ഥമാണ് ഇതെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ഇയാൾ ഇലക്ഷൻ ട്രാൻസ്ഫറിലാണ് ആലപ്പുഴ ചേർത്തലയിലെത്തുന്നത്. കൊല്ലം കുണ്ടറ സ്വദേശിയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. 21 വർഷമായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന കവർച്ചാ കേസ് പ്രതിയെ ഇടുക്കി പോലീസ് പിടികൂടി. തമിഴ്നാട് തേനി സ്വദേശി സുബ്രഹ്മണ്യനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി പിടിച്ചത്.
ഇടുക്കി വാഴത്തോപ്പ് പേപ്പാറയിൽ 2005 നടന്ന കവർച്ചാ കേസിലെ പ്രതിയാണ് പിടിയിലായ സുബ്രഹ്മണി രാജപ്പൻ എന്ന സുബ്രഹ്മണ്യൻ. പേപ്പാറ സ്വദേശി വള്ളാടിയിൽ വേലായുധന്റെ വീട്ടിൽ അർദ്ധരാത്രി അതിക്രമിച്ച് കയറി കവർച്ച നടത്താൻ ശ്രമിച്ചതായാണ് കേസ്. അന്ന് മർദ്ദനത്തിൽ വീട്ടുടമയ്ക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന സുബ്രഹ്മണ്യൻ വർഷങ്ങളായി തമിഴ്നാട്ടിലും ഇടയ്ക്ക് കേരളത്തിലുമായി പല പേരുകളിൽ കഴിയുകയായിരുന്നു. കാലപ്പഴക്കമുള്ള കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിനായി ഇടുക്കി SHO വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് സുബ്രഹ്മണ്യനെ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ആഴ്ചകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. SI ബിജു, CPOമാരായ സനൽ സോമൻ, അനീഷ് രാജു എന്നിവർ ഉൾപ്പെട്ട ഷാഡോ സംഘം തമിഴ്നാട്ടിൽ ക്യാമ്പ് ചെയ്താണ് പ്രതിയെ കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ ഓടപ്പെട്ടിയിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇടുക്കി സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ചലച്ചിത്ര താരം ടിനി ടോമിനെതിരെ പരാതി നൽകി നടി അൻസിബ ഹസൻ. ടിനി ടോം തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്നും മത തീവ്രവാദി എന്ന് വിളിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ അപമര്യാദയെ പെരുമാറിയെന്ന് കാട്ടിയും നടി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. നടി ലക്ഷ്മിപ്രിയയുടെ വ്യാജ പരാതിയിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SI രേഷ്മ മോശമായി പെരുമാറിയെന്നാണ് അൻസിബയുടെ പരാതി. വ്യാജ പരാതിയിൽ തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നു. തനിക്കതിൽ മാനഹാനി ഉണ്ടായി. മറ്റു പോലീസുകാരുടെ മുമ്പിൽ വെച്ചാണ് തന്നെ അപമാനിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്നും അൻസിബ പരാതിയിൽ ആവശ്യപ്പെട്ടു. ഈ പരാതിക്ക് പിന്നിൽ SIയും ലക്ഷ്മിപ്രിയയും ഭർത്താവും ഗൂഢാലോചന നടത്തിയെന്നും അൻസിബ ആരോപിക്കുന്നു. ഇങ്ങനെയൊരു പരാതി സ്റ്റേഷനിലെത്താനും തന്നെ അവമാനിക്കാനുമുള്ള ശ്രമങ്ങളിൽ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാമേനോനും പങ്കുണ്ടെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞതായും അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുണ്ട്. ഇതിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും SIക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം 1 കോടി രൂപ നഷ്ടപരിഹാരവും അൻസിബ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടൻ ടിനി ടോമിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി അൻസിബ പരാതി നൽകി. അതേസമയം അൻസിബയുടെ പരാതി കേൾക്കാൻ തയ്യാറാണെന്നാണ് താരസംഘടനയായ അമ്മയുടെ നിലപാട്. ജൂൺ 1-നും 3-നും ഇടയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുമ്പിൽ തെളിവുകളുമായി ഹാജരാകണമെന്നാണ് അൻസിബയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്റെ പരാതികൾ പരിശോധിക്കുന്നതിന് ഒരു പ്രത്യേക സമിതി വേണമെന്നാണ് അൻസിബയുടെ ആവശ്യം. നടനും പാലക്കാട് MLAയുമായ രമേശ് പിഷാരടി, നടി മാലാ പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരുൾപ്പെടെ ഈ സമിതിയിൽ അംഗങ്ങളായി വേണം. അമ്മ നിഷ്പക്ഷമായി തന്നെ കേൾക്കണമെന്നും അമ്മയ്ക്കയച്ച മെയിലിൽ അൻസിബ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കൊച്ചി. സൗദി ജയിലിൽ 20 വർഷം നീണ്ട ജയിൽവാസം. വധശിക്ഷയുടെ നിഴലിൽ ഭയപ്പാടോടെ കഴിഞ്ഞ നാളുകൾ. ഒടുവിൽ ലോകത്ത് പലയിടങ്ങളിലുമുള്ള മലയാളികൾ കൈകോർത്ത് സമാഹരിച്ച ദിയാദനത്തിലൂടെ മോചനത്തിന് വഴിയൊരുങ്ങുക. എല്ലാ ദുരിതങ്ങൾക്കും ഒടുവിൽ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിലിൽ നിന്ന് മോചിതനായി നാട്ടിൽ തിരികെയെത്തി. വലിയ സ്വീകരണമാണ് അബ്ദുൾ റഹീമിന് ലഭിച്ചത്. എല്ലാവർക്കും നന്ദി എന്ന് അബ്ദുൾ റഹീം പ്രതികരിച്ചു. രണ്ടു പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിനൊടുവിൽ രാവിലെ 7:30യോടെയാണ് അബ്ദുൾ റഹീം കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. നിറകണ്ണുകളോടെയും ആരവത്തോടെയുമാണ് ബന്ധുക്കളും നാട്ടുകാരും അബ്ദുൾ റഹീമിനെ വരവേറ്റത്. എല്ലാവർക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീം. കോടമ്പുഴയിലെ വീട്ടിൽ അബ്ദുൾ റഹീമിന്റെ ഉമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴും റഹീമിന് കണ്ണീരടക്കാനായില്ല. ഉമ്മയെ ചേർത്ത് പിടിച്ചതോടെ വൈകാരിക നിമിഷങ്ങൾ. സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും എങ്ങനെ പറയണം, ആൾക്കാരെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാനുണ്ട്. അതുകൊണ്ട് ആരും പേരെടുത്ത് എനിക്ക് പറയാനില്ല. സഹായിച്ചവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. ഈ പെരുന്നാൾ ദിവസത്തിന് ഇവിടെ എത്തിച്ചേരാൻ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും വളരെ നന്ദി, വളരെ സന്തോഷമായിരിക്കുന്നു. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് റഹീം ജയിലിലായത്.
വധശിക്ഷയ്ക്ക് വിധിച്ച റഹീമിനെ 34 കോടി രൂപ ദിയാദനം നൽകിയാണ് മോചനം സാധ്യമാക്കിയത്. ന്യൂസ് 18 കോഴിക്കോട്. മലയാളി അഭിഭാഷകയെ ബംഗളൂരുവിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം അങ്കമാലി തെക്കേടത്ത് വീട്ടിൽ ജോയിയുടെ മകൾ അനുഷ ജോയിയാണ് മരിച്ചത്. 28-കാരിയായ അനുഷ 2 മാസം മുൻപാണ് ബംഗളൂരുവിലെ ആ സ്ഥലത്തെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം യശ്വന്തപുര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് ഈ യുവ അഭിഭാഷകയ്ക്ക് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുന്നു. ഇനി നാളെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.